അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടി വരും. അതേസമയം തന്നെ വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്നത് വലിയ തോതിൽ ആൾക്ഷാമം ഉണ്ടാകാനും ഉദ്യോഗസ്ഥ ക്ഷാമം ഉണ്ടാകാനും മറ്റ് പ്രശ്നങ്ങൾക്കും കാരണമാകും എന്നുള്ള വാദമാണ് സംസ്ഥാന സർക്കാർ ഉയർത്തുന്നത്. സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമ്മി, അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വോട്ടർ പട്ടിക പരിഷ്കരണം ഇപ്പോൾ നടത്തുന്ന അടിയന്തരമായ ഒരു സാഹചര്യം അതിനില്ല. മാത്രവുമല്ല, കേരളത്തിൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ആ ഉദ്യോഗസ്ഥരെ തന്നെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ഉപയോഗിക്കേണ്ടി വരും. ഉദ്യോഗസ്ഥ ക്ഷാമം ഉണ്ടാവും, തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ അട്ടിമറിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടണം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് എതിർകക്ഷിയാക്കി വെച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ കോടതി ആ കേസ് എടുക്കും. 8A ബെഞ്ചിൽ അല്പസമയത്തിനകം, ഒരു അരമണിക്കൂറിനകം ഈ ഹർജി എത്തും. സർക്കാരിൻ്റെ വാദം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതായാലും അവരുടെ നിലപാട് പറയും. അതിനുശേഷം കോടതി ഇന്ന് ഇടപെടുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിനകം കോടതി കേസെടുക്കും.